അപ്പോൾ റാൻഡം ആക്സസ് പ്രോട്ടോക്കോൾ ആണ് നമ്മൾ പഠിക്കുന്നത്. അതിലെ അടുത്ത അലോഹ പ്രോട്ടോക്കോൾ സ്ലോട്ടഡ് അലോഹയാണ്. അപ്പോൾ ഡാറ്റ ലിങ്ക് ലെയറിനകത്ത് മീഡിയ ആക്സസ് റെസൊല്യൂഷൻ സബ് ലെയറിനകത്ത് റാൻഡം ആക്സസ് പ്രോട്ടോക്കോൾസിനകത്ത് വരുന്ന രണ്ട് ഇനങ്ങളിലെ ഒന്നാണ് പ്യുവർ അലോഹയും രണ്ട് സ്ലോട്ടഡ് അലോഹ. സ്ലോട്ടഡ് അലോഹ എന്ന് പറയുമ്പോൾ പ്യുവർ അലോഹയെക്കായും ഒരു ഇംപ്രൂവ്മെൻ്റ് ആണ് നടക്കുന്നത്. സ്ലോട്ടഡ് എന്ന് വിളിക്കാൻ കാര്യം സ്ലോട്ടഡ് അലോഹ ഡിവൈഡ്സ് ദ ടൈം ഇൻടു സ്ലോട്ട്സ് ആൻഡ് ഫോഴ്സ് ദ സ്റ്റേഷൻസ് ടു സെൻഡ് ഓൺലി അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ടൈം സ്ലോട്ട്. അപ്പോൾ ടൈം സ്ലോട്ട്സ് ഉപയോഗിച്ച് ഡാറ്റ ഫ്രെയിംസിനെ അയക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ സ്ലോട്ടഡ് അലോഹയിൽ നടക്കുന്നത്. എപ്പോഴും ഒരു ടൈം സ്ലോട്ടിൻ്റെ ബിഗിനിങ്ങിൽ മാത്രമേ ഈ ഫ്രെയിം അയച്ചു തുടങ്ങിയുള്ളൂ, അല്ലാതെ മിഡിൽ വെച്ചല്ല അയക്കുന്നത്. ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. ഒരു എക്സാമ്പിൾ ഇവിടെ ഒരു സ്ലൈഡ് വെച്ച് കാണിച്ചിട്ടുണ്ട്. 4 സ്റ്റേഷൻസ് ഉള്ള ഒരു ബ്രോഡ്കാസ്റ്റ് നെറ്റ്വർക്ക് 1, 2, 3, 4 ലെഫ്റ്റ് സൈഡിൽ കാണാം. ഇവിടെ ഓരോ സ്റ്റേഷനും ഡാറ്റ ഫ്രെയിംസ് കൊണ്ട് റെഡിയായി. ആ റെഡിയാവുന്ന ഫ്രെയിംസ് സെൻഡ് ചെയ്യുന്നത് ആണ് താഴെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ടൈം ആക്സിസ് ആണ് താഴത്തെ എക്സ് ആക്സിസ്, വൈ ആക്സിസ് സ്റ്റേഷൻ കാണിച്ചിരിക്കുന്നു. പക്ഷേ വൈ ആക്സിസ് നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ടൈമിനെ പല ഈക്വൽ സ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്ലോട്ട് 1, സ്ലോട്ട് 2, സ്ലോട്ട് 3, സ്ലോട്ട് 4, സ്ലോട്ട് 5, സ്ലോട്ട് 6 എക്സെട്ര. ഇങ്ങനെ ഓരോ സ്ലോട്ടായിട്ട് നിങ്ങൾ വരച്ചിരിക്കുന്നത് കാണാം. ഇനി നോക്കിക്കേ, സ്റ്റേഷൻ 1ന് ഒരു ഡാറ്റ റെഡി ആയിരിക്കുകയാണ്. ഉടനെ എന്ത് ചെയ്യും സ്റ്റേഷൻ 1? എന്തെങ്കിലും രീതിയിൽ ഡാറ്റ റെഡി ആയിരുന്നു കഴിഞ്ഞാൽ ടൈം സ്ലോട്ട് 1ൻ്റെ ബിഗിനിങ് ആയെന്നുണ്ടെങ്കിൽ ആ ബിഗിനിങ്ങിൽ തന്നെ ഇത് ഡാറ്റ ഫ്രെയിം അയക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണിച്ചിരിക്കുന്ന ഡയഗ്രാം ഒന്ന് നോക്കിയേ. നീല കളറിൽ ഫ്രെയിം 1.1 ആദ്യത്തെ ടൈം സ്ലോട്ടിൽ പോകും. ആ ടൈമിൽ 2നോ 3നോ 4നോ ഒരു ഫ്രെയിം റെഡി ആയിട്ടില്ല, അതുകൊണ്ടാണ് അവർ അയക്കാത്തത്. ഇത് ഡെസ്റ്റിനേഷനിൽ പ്രോപ്പറായിട്ട് എത്തും. ഇനി സ്റ്റേഷൻ 2ഉം സ്റ്റേഷൻ 3യും നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇത് രണ്ടിനും ഡാറ്റ ഫ്രെയിംസ് റെഡിയായി. ചിലപ്പോൾ അത് ഫ്രെയിം 1 1.1 അയച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ മിഡിലായിരിക്കും ചിലപ്പോൾ സ്റ്റേഷൻ 2 സ്റ്റേഷൻ 3 റെഡി ആയത്. എന്നാൽ പോലും ഈ സ്റ്റേഷൻ 2നും 3നും റെഡിയായ ഫ്രെയിം അന്നേരം തന്നെ അയക്കാൻ ഒക്കത്തില്ല. ഈ സ്ലോട്ട് 1ൻ്റെ മിഡിൽ അയക്കാൻ ഒക്കത്തില്ല. പകരം എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തിട്ട് സ്ലോട്ട് നമ്പർ 2ൻ്റെ ബിഗിനിങ്ങിലാണ് ഈ സ്റ്റേഷൻ 2ഉം സ്റ്റേഷൻ 3യും തൻ്റെ ഫ്രെയിംസ് അയക്കുന്നത്. യെല്ലോ കളറിലും പച്ച കളറിലും കാണിച്ചിരിക്കുന്ന 2 ഫ്രെയിം അടുത്ത ടൈം സ്ലോട്ടിൽ പോകും. ഇനി ഈ ടൈം സ്ലോട്ടിൻ്റെ മിഡിലിൽ വെച്ച് വേറൊരു സ്റ്റേഷൻ റെഡി ആയെങ്കിൽ അയാൾക്ക് അയക്കാൻ ഒക്കത്തില്ല. കാരണം എന്താ? ബിഗിനിങ് ഓഫ് ദ ടൈം സ്ലോട്ടിൽ മാത്രമേ ഡാറ്റ അയക്കാൻ ഒക്കൂ. ഇനി അടുത്തത് സ്ലോട്ട് 3ൽ ഫ്രെയിം 1.2ഉം ഫ്രെയിം 4.1ഉം അയക്കപ്പെടുന്നു. ഇനി സ്ലോട്ട് 5ൽ നോക്കിയാൽ 2.2. ഇപ്പോൾ ഈ ഒരു മെത്തേഡിൽ ടൈം സ്ലോട്ട് വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേഷന് ഫ്രെയിം റെഡി ആയാൽ അന്നേരം തന്നെ അയക്കാൻ ഒക്കത്തില്ല. അന്നേരം തന്നെ അയക്കുന്നത് കൊണ്ടാണ് ഈ കൊളീഷൻ വരുന്നത്. അതിന് പകരം അടുത്ത ടൈം സ്ലോട്ടിൻ്റെ ബിഗിനിങ് കിട്ടുന്നിടം വരെ വെയിറ്റ് ചെയ്യും. അത് കിട്ടുമ്പോൾ ഉടനെ അയക്കുകയും ചെയ്യുക. അപ്പോൾ ഇഫ് എ സ്റ്റേഷൻ മിസ്സസ് ബിഗിനിങ് മൊമെൻറ്റ് ഓഫ് എ ടൈം സ്ലോട്ട് ഇറ്റ് മസ്റ്റ് വെയിറ്റ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു ടൈം സ്ലോട്ടിൻ്റെ മിഡിൽ വെച്ചാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫ്രെയിം റെഡി ആയെങ്കിൽ അന്നേരം അയക്കാൻ ഒക്കത്തില്ല. അടുത്ത ടൈം സ്ലോട്ടിൻ്റെ ബിഗിനിങ്ങിന് വേണം ഇത് അയക്കാനായിട്ട് ഒക്കുക. അതാണ് സ്ലോട്ടഡ് അലോഹ നിഷ്കർഷിക്കുന്ന ഒരു റൂള്. സോ ദെയർ ഈസ് സ്റ്റിൽ പോസിബിലിറ്റി ഓഫ് കൊളീഷൻ. പക്ഷേ നിങ്ങൾക്കറിയാം പിന്നെയും കൊളീഷൻ നടക്കും. 2 സ്റ്റേഷൻസ് റെഡി ആയിരിക്കുകയാണ്. നോക്കുന്ന ഉടനെ ഒരു ടൈം സ്ലോട്ട് ഇപ്പം നടക്കുക, അതിൻ്റെ മിഡിലിൽ വെച്ച് അയക്കാൻ ഒക്കത്തില്ല. അപ്പോൾ അത് വെയിറ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ ടൈം സ്ലോട്ട് കിട്ടുന്ന ഉടനെ അയക്കാനായിട്ട് ആരംഭിക്കും. ആരൊക്കെയാണ്? സ്റ്റേഷൻ 2ഉം 3യും. രണ്ടുപേരും ഒരുമിച്ച് ഈ രണ്ടാമത്തെ ടൈം സ്ലോട്ടിൽ അയച്ചാലുള്ള പ്രശ്നം എന്തുവാ? കൊളൈഡ് ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ ഡയഗ്രത്തിനകത്ത് ഫ്രെയിം 2.1ഉം ഫ്രെയിം 3.1 ഒരേ ടൈം സ്ലോട്ടിൽ അയക്കപ്പെടുന്നതാണ്. അത് കൊളൈഡ് ചെയ്ത് നഷ്ടപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ പ്യുവർ അലോഹയിലെ പോലെ തന്നെ സ്ലോട്ടഡ് അലോഹയിലും കൊളീഷൻസ് ഒക്കർ ചെയ്യും. പക്ഷേ തീർച്ചയായിട്ടും ഇംപ്രൂവ്ഡ് ആണ്. പ്യുവർ അലോഹയെക്കായും കമ്പയർ ചെയ്യുമ്പോൾ ഇംപ്രൂവ്മെൻറ്റ് വരും. ഈ സ്ലോട്ട് ഉണ്ടായതുകൊണ്ട് നമുക്ക് പരിഹരിക്കാൻ ഒക്കും. ഇനി റാൻഡം ആക്സസ് പ്രോട്ടോകോൾസ് ആണ് നിങ്ങൾ മീഡിയ ആക്സസ് സബ് ലെയറിൽ ആദ്യം കണ്ടത്. ഇനി മീഡിയ ആക്സസ് സബ് ലെയറിൽ മോഡേൺ ഡേ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്ന ഒരുതരം പ്രോട്ടോകോളാണ് CSMA പ്രോട്ടോകോൾ അഥവാ കാരിയർ സെൻസ് മൾട്ടിപ്പിൾ ആക്സസ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. എന്താണ് CSMA എന്ന് പറഞ്ഞാൽ? കാരിയർ സെൻസ് മൾട്ടിപ്പിൾ ആക്സസ് പ്രോട്ടോകോൾസ്. ഇത് ഡാറ്റ ലിങ്ക് ലെയറിലെ ഈ മാക് സബ് ലെയറിൽ ഉപയോഗിക്കാവുന്ന മോഡേൺ ഡേ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് CSMA പ്രോട്ടോകോൾസ്. ഓക്കെ, ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന 2 റീസൺസ് കൊണ്ടാണ്. ടു മിനിമൈസ് ദ ചാൻസ് ഓഫ് കൊളീഷൻ അലോഹയും, അതായത് പ്യുവർ അലോഹയും സ്ലോട്ടഡ് അലോഹയും വെച്ച് നടത്തുമ്പോൾ കൊളീഷൻ ഒക്കർ ചെയ്യുന്നതിനേക്കാളും
കൊളീഷൻ റേറ്റ് കുറയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒന്നാണ് CSMA പ്രോട്ടോകോൾ. സോ മിനിമൈസ് ദ ചാൻസ് ഓഫ് കൊളീഷൻ ആൻഡ് ഇൻക്രീസസ് ദ പെർഫോമൻസ്. വേഗത്തിൽ തന്നെ ഡാറ്റ ട്രാൻസ്മിഷൻ എൻഡ് ചെയ്യും. ഒരിടത്തു നിന്ന് ഒരു സെഷൻ ആരംഭിച്ച എല്ലാ ഡാറ്റയും ഡെസ്റ്റിനേഷനിലേക്ക് വേഗത്തിൽ തന്നെ തെറ്റുകൂടാതെ എത്തിക്കുന്ന ഒന്നാണ് പെർഫോമൻസ് എന്ന് പറയുന്ന മെഷർ. അതിൽ പിന്നെ CSMA പ്രോട്ടോകോൾ ഉപയോഗിക്കുന്ന ഡാറ്റ ലിങ്ക് ലെയർ ഉള്ള കമ്പ്യൂട്ടറിൽ ഫാസ്റ്റായിട്ട് ഡാറ്റ ഡെലിവറി ഡെസ്റ്റിനേഷനിലേക്ക് നടക്കും. ഇനി CSMA പ്രോട്ടോകോൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് അതിൻ്റെ ജനറൽ ആയിട്ടുള്ള ഡെഫിനിഷൻ ഒന്ന് കാണാം. പ്രോട്ടോകോൾസ് ഇൻ വിച്ച് സ്റ്റേഷൻസ് ലിസൺ ടു എ കാരിയർ അഥവാ ഒരു മീഡിയം ഓർ എ ട്രാൻസ്മിഷൻ ചാനൽ ആൻഡ് ആക്ട് അക്കോർഡിംഗ്ലി ആർ കോൾഡ് കാരിയർ സെൻസ് പ്രോട്ടോകോൾസ്. കാരിയർ സെൻസ് പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാൽ കാരിയറിനെ സെൻസ് ചെയ്ത് ഐഡിലാണോ ബിസിയാണോ എന്ന് തീരുമാനിച്ചിട്ട് ഡാറ്റ അയക്കാൻ തീരുമാനിക്കുന്ന പിന്നെ പ്രോട്ടോകോൾസിനെയാണ് കാരിയർ സെൻസ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. CSMA can reduce the possibility of collision and it cannot eliminate. എലിമിനേഷൻ ഒന്നും നടക്കത്തില്ല. പക്ഷേ CSMA പ്രോട്ടോകോൾ ഉപയോഗിച്ചാൽ വളരെ 10 മടങ്ങായിട്ട് നമുക്ക് പിന്നെ ഇത് കുറയ്ക്കാനൊക്കും, കൊളീഷൻസ് കുറയ്ക്കാനൊക്കും. ഇനി CSMA പ്രോട്ടോകോൾസിൻ്റെ ടൈപ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ CSMA പ്രോട്ടോകോൾ എന്താണെന്ന് കണ്ടു. കാരിയർ സെൻസ് മൾട്ടിപ്പിൾ ആക്സസ് ആണ്. അതിൻ്റെ പൊതു തത്വം എന്ന് പറഞ്ഞാൽ ഈ പ്രോട്ടോകോൾ എപ്പോഴും ഡാറ്റ റെഡിയായി എങ്കിൽ ഉടനെ കാരിയർ എന്ന് പറഞ്ഞാൽ മീഡിയത്തെ സെൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലിസൺ ചെയ്യും. അതിനകത്തോട് ഇപ്പം എന്തെങ്കിലും കമ്പ്യൂട്ടർ ഡാറ്റ അയക്കുന്നുണ്ടോ അതോ അയക്കാതിരിക്കുകയാണോ എന്നുള്ളത് നോക്കുന്നതിനെയാണ് കാരിയർ സെൻസ് എന്ന് പറയുന്നത്. സോ വൺ പെർസിസ്റ്റൻ്റ് CSMA ആണ് ഒന്നാമത്തെ വെറൈറ്റി. വെൻ എ സ്റ്റേഷൻ ഹാസ് ഡാറ്റ ടു സെൻഡ് ഇറ്റ് ഫസ്റ്റ് ലിസൺസ് ടു ദ ചാനൽ ടു സീ ഇഫ് എനിവൺ എൽസ് ഈസ് ട്രാൻസ്മിറ്റിംഗ്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേഷൻ റെഡി ആകുമ്പോൾ അതിന് ഡാറ്റ ലിങ്ക് ലെയറിൽ വൺ പെർസിസ്റ്റൻ്റ് CSMA ആണ് ഉള്ളതെങ്കിൽ ആ പ്രോട്ടോകോള് ചാനലിനെ സെൻസ് ചെയ്തിട്ട് ചാനൽ ഐഡിലാണോ ബിസി എന്ന് നോക്കും. ബിസി ആണെന്നുണ്ടെങ്കിൽ അത് അയക്കത്തില്ല. ഓക്കെ, ഇഫ് ദ ചാനൽ ഈസ് ബിസി ദ സ്റ്റേഷൻ വെയിറ്റ്സ് അണ്ടിൽ ഇറ്റ് ബിക്കംസ് ഐഡിൽ. അപ്പോൾ ഇത് പിന്നെ ഐഡിൽ ആവുന്നത് എപ്പോഴാണെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് സെൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്. അതുവരെ ഇത് ഡാറ്റ ഫ്രെയിമിനെ അയക്കത്തില്ല. കാരണം ഇപ്പം ബിസിയാണ്, ഇപ്പം അയച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി വെൻ ദ സ്റ്റേഷൻ ഡിറ്റക്ട്സ് ആൻ ഐഡിയൽ ചാനൽ ഇറ്റ് ട്രാൻസ്മിറ്റ്സ് ദ ഫ്രെയിം. എപ്പോഴെങ്കിലും ഈ ചാനൽ ഐഡിലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ദർ ഈസ് എ ചാൻസ് ഓഫ് 100% പ്രോബബിലിറ്റി ഓഫ് ട്രാൻസ്മിറ്റിംഗ് ദ ചാനൽ. 100% ഉറപ്പാണ് ഈ പിന്നെ ഡാറ്റ ഫ്രെയിം അയക്കുമെന്നുള്ളത്. ഏതെങ്കിലും കാരണവശാൽ ചാനൽ ഐഡിലാണെങ്കിൽ റെഡിയായ സ്റ്റേഷൻ. അതുകൊണ്ടാണ് അതിനെ 1% എന്ന് ഉദ്ദേശിക്കുന്ന 1 റെപ്രസെൻറ്റ്സ് എ പ്രോബബിലിറ്റിയാണ്. 100ന് ഈക്വലൻ്റ് ആണ് 1 എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ 50% എന്ന് പറഞ്ഞാൽ 0.5 എന്ന് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് പോലെ 1 പെർസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ 100% ഉറപ്പാണ് ഈ പറയുന്ന പ്രോട്ടോകോള് എപ്പോഴെങ്കിലും ചാനൽ ഐഡിലാണെങ്കിൽ ഈ ഡാറ്റ അയക്കുമെന്ന്. അതുകൊണ്ടാണ് അതിനെ CSMA പ്രോട്ടോകോൾ എന്ന് വിളിക്കുന്നത്. 1 പെർസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ നിരന്തരം കാരിയറിനെ സെൻസ് ചെയ്യുക. പെർസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണമില്ലാതെ പരിശോധിച്ചുകൊണ്ടിരിക്കുക, ചാനൽ ബിസിയാണോ ഫ്രീ ആണോ എന്ന് നോക്കിക്കൊണ്ട് ഫ്രീ ആവുന്ന ആ മൊമെൻറ്റിൽ ഡാറ്റ ട്രാൻസ്മിഷൻ നടത്താനായിട്ട്. ഇനി ഇഫ് എ കൊളീഷൻ ഒക്കേഴ്സ് ദ സ്റ്റേഷൻ വെയിറ്റ്സ് എ റാൻഡം എമൗണ്ട് ഓഫ് ടൈം ആൻഡ് സ്റ്റാർട്ട്സ് ഓൾ ഓവർ. ഇനി ഏതെങ്കിലും കാരണവശാൽ ഇതെല്ലാം പരിശോധിച്ചിട്ട് അയച്ച ഡാറ്റ ഫ്രെയിം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ഒരു റാൻഡം എമൗണ്ട് ഓഫ് ടൈം കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന സെൻഡർ വീണ്ടും ഡാറ്റ ഡെസ്റ്റിനേഷനിലേക്ക് അയക്കുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ 1 പെർസിസ്റ്റൻ്റ് CSMA എന്ന് പറഞ്ഞാൽ ഒന്ന് എപ്പോഴെങ്കിലും ഡാറ്റ ഒരു സെൻഡറിന് അയക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് സെൻസസ് ദ ചാനൽ. ഇഫ് ദ ചാനൽ ഈസ് ഐഡിൽ വിത്ത് എ പ്രോബബിലിറ്റി ഓഫ് 100% ഇറ്റ് ട്രാൻസ്മിറ്റ്സ് ദ ഫ്രെയിം. ഇനി if it is busy it will wait a random amount of time before it starts. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ബിസി ആണെന്നുണ്ടെങ്കിൽ അത് വെയിറ്റ് ചെയ്തിട്ട് ഐഡിലാവുന്ന സമയത്ത് ഇത് അയക്കും. ഇനി ഇഫ് എ കൊളീഷൻ ഈസ് ഡിറ്റക്റ്റഡ്, കൊളീഷൻ ഡിറ്റക്റ്റ് ചെയ്യുകയാണ് ആ മീഡിയത്തിലെങ്കിൽ ഉടൻ തന്നെ എന്ത് സംഭവിക്കും? ഒരു റാൻഡം എമൗണ്ട് ഓഫ് ടൈം വെയിറ്റ് ചെയ്തിട്ട് സെൻഡർ റീട്രാൻസ്മിഷൻ നടത്തുകയുള്ളൂ. അപ്പോൾ ദിസ് പ്രോട്ടോകോൾ ഈസ് കോൾഡ് 1 പെർസിസ്റ്റൻ്റ് ബിക്കോസ് ദ സ്റ്റേഷൻ ട്രാൻസ്മിറ്റ്സ് വിത്ത് എ പ്രോബബിലിറ്റി ഓഫ് 1 പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 100% പ്രോബബിലിറ്റി ആണ് സ്ലോട്ട് ഐഡിലാണെന്നുണ്ടെങ്കിൽ പിന്നെ ഡാറ്റ അയക്കുന്നത്. ഇനി നോൺ പെർസിസ്റ്റൻ്റ് CSMA ആണ് മറ്റൊരു വെറൈറ്റി റാൻഡം ആക്സസ് പ്രോട്ടോകോൾ. ഇവിടെ എന്തോ പ്രത്യേകത, ചെറിയ വ്യത്യാസമേ ഉള്ളൂ.
ഇതേപോലെ തന്നെ വെന്നെവർ ദ സ്റ്റേഷൻ ഈസ് റെഡി ഇറ്റ് സെൻസസ് ദ ചാനൽ. എപ്പോഴെങ്കിലും ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്ത് റെഡി ആവുകയാണെങ്കിൽ ഇത് ചാനലിനെ സെൻസ് ചെയ്യും. സെൻസ് ചെയ്തിട്ട് ചാനൽ ബിസി ആണോ ഐഡിലാണോ എന്ന് മനസ്സിലാക്കും. ഇഫ് നോ വൺ എൽസ് ഈസ് സെൻഡിങ് എന്ന് പറഞ്ഞാൽ ഐഡിലാണെന്നുണ്ടെങ്കിൽ സ്റ്റേഷൻ ബിഗിൻസ് സെൻഡിങ് ഡാറ്റ. അപ്പം ചാനൽ ബിസി അല്ലെങ്കിൽ ഡാറ്റ അയക്കാനായിട്ട് ആരംഭിക്കും. അതിനുള്ള പെർമിഷൻ നോൺ പെർസിസ്റ്റന്റ് CSMA കൊടുക്കും. പക്ഷേയോ ഇഫ് ദ ചാനൽ ഈസ് ഓൾറെഡി ഇൻ യൂസ്, ബിസി ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സ്റ്റേഷൻ ഡസ് നോട്ട് കണ്ടിന്യൂവലി സെൻസ് ദ ചാനൽ. പക്ഷേ നേരത്തെ പറഞ്ഞ വൺ പെർസിസ്റ്റന്റ് CSMAയിൽ നിരന്തരം എല്ലാ മൊമെന്റിലും ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുക, ഐഡിലായോ. ഇപ്പൊ ഏതെങ്കിലും കാരണവശാൽ ഇത് സെൻസ് ചെയ്യുമ്പോൾ ഐഡിലല്ല എന്ന് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു റാൻഡം എമൗണ്ട് ഓഫ് ടൈം വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ ഇത് സെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇറ്റ് വെയിറ്റ്സ് എ റാൻഡം പീരീഡ് ഓഫ് ടൈം ആൻഡ് റിപ്പീറ്റ്സ് ദ അൽഗോരിതം. എന്നിട്ട് വീണ്ടും സെൻസ് ചെയ്യും. അപ്പോൾ ഐഡിലാണ് എന്ന് കണ്ടാൽ വീണ്ടും ഡാറ്റ അയക്കാനും. സോ കോൺസിക്വൻ്റ്ലി ദിസ് അൽഗോരിതം ലീഡ്സ് ടു എ ബെറ്റർ പെർഫോമൻസ് ദാൻ വൺ പെർസിസ്റ്റന്റ്. വൺ പെർസിസ്റ്റന്റിനെക്കാളും ഈ റാൻഡം എമൗണ്ട് ഓഫ് ടൈമിൽ റെഡിയാവുന്ന ഡാറ്റ അയക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് കൂടുതൽ ഡാറ്റ ഡെസ്റ്റിനേഷനിൽ എത്താനുള്ള ചാൻസസ് ഉണ്ട്. അതാണ് നോൺ പെർസിസ്റ്റന്റ്. ഇനി പി പെർസിസ്റ്റന്റ് CSMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ യൂസിങ് ദ കോൺസെപ്റ്റ് ഓഫ് ടൈം സ്ലോട്ട്. ടൈം സ്ലോട്ട് ഉപയോഗിച്ചാണ് പി പെർസിസ്റ്റന്റ് CSMA ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? വെൻ എ സ്റ്റേഷൻ ഈസ് റെഡി ടു സെൻഡ് ഡാറ്റ ഇറ്റ് സെൻസസ് ദ ചാനൽ. പഴയ പോലെ ചാനൽ സെൻസ് ചെയ്ത് നോക്കും ഐഡിലാണോ ബിസി ആണോ. ഐഡിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ട്രാൻസ്മിറ്റ്സ് വിത്ത് എ പ്രോബബിലിറ്റി ഓഫ് പി. നോക്കിയാൽ 100% ചാൻസ് ഇല്ല, ഇതൊരു പ്രോബബിലിറ്റി ഉണ്ട് കൊടുത്തിട്ടുണ്ട്. 70% എന്ന് കൊടുത്താൽ 70% ചാൻസ് ഉണ്ട് ഐഡിലാണെങ്കിൽ ഡാറ്റ അയക്കും. ഒരു Q% സമയം ഇത് ഡെഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ 1 - P ആണെങ്കിൽ Q കിട്ടുമല്ലോ. അപ്പോൾ Q പ്രോബബിലിറ്റിയോട് കൂടി ഇത് ഡിഫർ ചെയ്യും, അയക്കാതിരിക്കാനുള്ള ചാൻസും ഉണ്ട്. ഇത് ഇങ്ങനെ അയക്കാതിരിക്കുക ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൊളീഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇപ്പോൾ ചാനൽ സെൻസ് ചെയ്യുന്നു, ഐഡിലാണെന്ന് മനസ്സിലാവുന്നു, ഉടനെ തന്നെ ഇത് അയക്കാനുള്ള പ്രോബബിലിറ്റി നോക്കി അയക്കും. ഓക്കെ, ചില സമയത്ത് അയക്കും, ചില സമയത്ത് അയക്കത്തില്ല. പക്ഷേ പ്രോബബിലിറ്റി ഓഫ് Pയിൽ അത് അയക്കും. പ്രോബബിലിറ്റി ഓഫ് Q അതായത് 1 - Pയിൽ ഇത് ഡിഫർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി സ്റ്റേഷൻ വെയിറ്റ്സ് ദ ബിഗിനിങ് ഓഫ് ദ നെക്സ്റ്റ് ടൈം സ്ലോട്ട്. ടൈം സ്ലോട്ടും നോക്കാറുണ്ട്. ടൈം സ്ലോട്ട് അനുസരിച്ചാണ് ഡാറ്റ റെഡി ആവുന്നത് അയക്കുന്നത്. അടുത്ത ടൈം സ്ലോട്ടിൽ വീണ്ടും ഡാറ്റ അയക്കാനായിട്ട് അത് റെഡിയായി നിൽക്കും. ഇനി ഇഫ് ദാറ്റ് സ്ലോട്ട് ഈസ് ഓൾസോ ഐഡിൽ, അതും ഐഡിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇറ്റ് ഐദർ ട്രാൻസ്മിറ്റ്സ് ഓർ ഡെഫേഴ്സ് വിത്ത് പ്രോബബിലിറ്റി. എപ്പോഴും ടൈം സ്ലോട്ട് ഐഡിലാണെങ്കിൽ നെക്സ്റ്റ് ടൈം സ്ലോട്ട് ഐഡിലാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് Pയിൽ അയക്കും, Qയിൽ ഡെഫർ ചെയ്യും. This process is repeated until the entire frame is transmitted or another station has begun transmitting. എല്ലാ ഡാറ്റയും ഡെസ്റ്റിനേഷനിലേക്ക് എത്തുകയും എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് ഡാറ്റ ട്രാൻസ്മിഷൻ ആരംഭിക്കുകയും ചെയ്യുന്നിടം വരെ ഈ പ്രോസസ്സ് പോകും. അതാണ് ഇതിനെ പി പെർസിസ്റ്റന്റ് CSMA എന്ന് പറയുന്നത്. P ചാൻസസേ ഉള്ളൂ പിന്നെ ഐഡിലാകുന്ന കേസിൽ ഡാറ്റ അയക്കപ്പെടാനുള്ളത്. ഓക്കെ, ഇനി ഫൈനലി ഉള്ള ഒരു പ്രോട്ടോക്കോളാണ് CSMA CD, അതായത് കാരിയർ സെൻസ് മൾട്ടിപ്പിൾ ആക്സസ് വിത്ത് കൊളീഷൻ ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടോക്കോൾ. ഇത് ഒരു കാരിയർ സെൻസ് പ്രോട്ടോക്കോളാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇതേപോലെ 2 കമ്പ്യൂട്ടറുകൾ തമ്മിൽ ഡാറ്റ ട്രാൻസ്മിഷൻ നടത്തണം. പക്ഷേ ഈ നെറ്റ്വർക്കിനകത്ത് ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടറുകളുണ്ട്. അപ്പോൾ 4 കമ്പ്യൂട്ടറുള്ള ഒരു കേസിലാണെങ്കിൽ 2 കമ്പ്യൂട്ടർ ഒരേ സമയത്ത് ചാനൽ സെൻസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് എന്ത് ഇൻഫർമേഷൻ കിട്ടും? ചാനൽ ഐഡിലാണെന്ന് കിട്ടും. ഉടനെ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ബിഗിൻസ് ദ transmission. So when 2 stations simultaneously access the channel and finds that the channel is idle, both of them begin transmission. എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാം, രണ്ടുകൂടെ ഒരുമിച്ച് അയച്ചു കഴിഞ്ഞാൽ കൊളീഷൻ ഒക്കെ ചെയ്യും. സോ ബോത്ത് വിൽ ഡിറ്റക്ട്. എന്നിട്ട് ഇതിന് ഒരു പ്രത്യേകതയുണ്ട്. ചാനലിനകത്ത് അയച്ച ഫ്രെയിംസിന് കൊളീഷൻ വന്നു കഴിഞ്ഞാൽ വോൾട്ടേജ് പൾസസിന്റെ വേരിയേഷൻ ഉപയോഗിച്ച് ഈ അയച്ച സെൻറ്ററിന് ഇത് സെൻസ് ചെയ്യാനൊക്കും. അപ്പോൾ ദേ വിൽ ബോത്ത് ഡിറ്റക്ട് ദ കൊളീഷൻ ഓൾമോസ്റ്റ് ഇമ്മീഡിയറ്റ്ലി. 2 പേരും ഒരുമിച്ചല്ലേ ഡാറ്റ പിന്നെ അയച്ചത്, ഈ ചാനൽ ഐഡിലാണെന്ന് കണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഒരുമിച്ച് തന്നെ അവർക്ക് സെൻസ് ചെയ്യും. എന്ത് സെൻസ് ചെയ്യും? അവിടെ കൊളീഷൻ ഒക്കെ ചെയ്തു, നമ്മൾ അയച്ച ഡാറ്റ എത്തിയില്ലെന്നുണ്ടെങ്കിൽ ഉടനെ എന്ത് ചെയ്യും? ഈ CSMA CD പ്രോട്ടോക്കോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ, ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ദേ അബ്രപ്റ്റ്ലി സ്റ്റോപ്പ് ട്രാൻസ്മിറ്റിംഗ് ആസ് സൂൺ ആസ് ദ കൊളീഷൻ ഒക്കെ ചെയ്താൽ ഫർദർ ആയിട്ട് ഇനിയിപ്പം ഡാറ്റ അയക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഓരോന്നും മാറി നിൽക്കും. ഓക്കെ, എന്നിട്ട് ഇറ്റ് വെയിറ്റ്സ് എ റാൻഡം എമൗണ്ട് ഓഫ് ടൈം. എന്നിട്ട് ഒരു റാൻഡം എമൗണ്ട് ഓഫ് ടൈം ഓരോരുത്തരും വെയിറ്റ് ചെയ്യും. അങ്ങനെ ഒരു റാൻഡം എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 7 നാനോ സെക്കൻഡ് ആയിരിക്കും ഒന്നാമത്തെ കമ്പ്യൂട്ടർ,
13 നാനോ സെക്കൻഡ് സമയം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കമ്പ്യൂട്ടർ അതുവരെ വെയിറ്റ് ചെയ്യും. എന്തിനാണ് ഈ വെയിറ്റ് ചെയ്യുന്നത്? ആഫ്റ്റർ ദിസ് റാൻഡം പീരീഡ് ഓഫ് ടൈം ഇറ്റ് അഗെയിൻ സെൻസ് ദ ചാനൽ. ഈ ഇപ്പോൾ 13 നാനോ സെക്കൻഡ് കഴിഞ്ഞിട്ട് വീണ്ടും സെൻസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ തിരക്കും കുറയും. അല്ലെങ്കിൽ 8 നാനോ സെക്കൻഡ് കഴിയുമ്പോൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പാർട്ടിക്ക് പിന്നെ ഇത് അയക്കാൻ സമയം കിട്ടും. ഓക്കെ, സോ ഇറ്റ് വെയിറ്റ്സ് റാൻഡം പീരീഡ് ഓഫ് ടൈം ആൻഡ് ദെൻ ഇറ്റ് ട്രൈസ് അഗെയിൻ. ക്വിക്ലി ടെർമിനേറ്റിംഗ് ദ ഡാമേജ് ഫ്രെയിം സേവ്സ് ടൈം ആൻഡ് ബാൻഡ്വിഡ്ത്ത്. നമുക്ക് ഫർദർ ട്രാൻസ്മിഷൻ അപ്പോഴേ സ്റ്റോപ്പ് ചെയ്യാം. അപ്പം കൊളീഷൻ സെൻസ് ചെയ്യുന്നിടം വരെ ഡാറ്റ അയച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോ ഈ രണ്ട് കമ്പ്യൂട്ടർ. എപ്പോഴെങ്കിലും കൊളീഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതും ഡിറ്റക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഈ സെൻസ് ചെയ്യുന്ന പിന്നെ കേസിൽ ആ ലെയറിന് അറിയാനൊക്കെ. അപ്പോൾ ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു കൊളീഷൻ ഒക്കെ ചെയ്യുന്ന അപ്പോഴേ സ്റ്റോപ്പ് ചെയ്തിട്ട് രണ്ടുപേര് റാൻഡം എമൗണ്ട് ഓഫ് ടൈം വെയിറ്റ് ചെയ്തിട്ട്, റാൻഡം എമൗണ്ട് ഓഫ് ടൈം ആകുമ്പോൾ ഒരാളാണല്ലോ ആദ്യം റെഡി ആവുന്നത്, അവർ ആദ്യം സെൻഡ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആൾ സെൻഡ് ചെയ്യും. അങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ദിസ് പ്രോട്ടോകോൾ ഈസ് നോൺ ആസ് CSMA CD, അതായത് കാരിയർ സെൻസ് മൾട്ടിപ്പിൾ ആക്സസ് വിത്ത് കൊളീഷൻ ഡിറ്റക്ഷൻ എന്നാണ് ഇത് പറയുന്നത്. ഇത് വൈഡ്ലി യൂസ് ചെയ്യപ്പെടുന്നുണ്ട് ലാൻഡിൽ മാക്സ് സപ്ലയറിനകത്ത് ഇതുപോലുള്ള ബ്രോഡ്കാസ്റ്റ് ചാനലിൽ. ഓക്കെ.